ഇന്ന് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? അതും വെറും ഒരു ഡേ അല്ല, നല്ല റഷുള്ള ഒരു ദിവസമാണ്. നമ്മൾ ഐശ്വര്യമായിട്ട് അങ്ങനെ ചായയൊക്കെ കുടിച്ച് ആ ദിവസം നല്ല ഭംഗിയായിട്ട് തുടങ്ങി. പിന്നെ കുറച്ച് ഫ്രഷ് എയറൊക്കെ കയറ്റി പോസിറ്റിവിറ്റിയൊക്കെ കയറ്റിയതിന് ശേഷം നമ്മൾ ഇന്നത്തെ എന്ത് കേക്ക്സൊക്കെയാണ് തയ്യാറാക്കേണ്ടതെന്നുള്ളൊരു ലിസ്റ്റ് തയ്യാറാക്കി then നമ്മുടെ പണി തുടങ്ങി. മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ച് ബാറ്റർ റെഡിയാക്കാനുള്ള തന്ത്രപ്പാടിലാണ്. ഒത്തിരി വീഡിയോസ് ഞാൻ എടുത്തത് കേട്ടോ. റഷുള്ള ദിവസം ആയതുകൊണ്ട് തന്നെ ഞാൻ കഷ്ടപ്പെട്ടെടുത്ത വീഡിയോസാണ്. പക്ഷേ ഇത് വെട്ടിച്ചുരുക്കാനായിട്ട് എനിക്ക് അതിലും വേറെ കഷ്ടപ്പാടുണ്ടായി. ഒരു 8 അല്ലെങ്കിൽ 8:45 വെട്ടിക്കാനായിട്ട് ഞാൻ ഒരുപാട് പണിയെടുത്തു. സോ പ്ലീസ് വാച്ച് അൺടിൽ ദ എൻഡ് ആൻഡ് പ്ലീസ് കമൻറ്റ് യുവർ ഒപ്പീനിയൻസ് ഓൺ ദി കമൻറ്റ് ബോക്സ്. കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, നമ്മൾ അങ്ങനെ സ്റ്റാൻഡ് മിക്സറിൽ നമ്മൾ ബാറ്റർ അടിക്കാനിട്ടു. ദെൻ ക്രീം ബീറ്റ് ചെയ്യുവാണ്. ക്രീമൊക്കെ ഓൾമോസ്റ്റ് സെറ്റായി. ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് കേക്ക് ഐശ്വര്യമായിട്ട് 1 kg വനിലയാണ് നമുക്ക് ആദ്യം ചെയ്തെടുക്കേണ്ടത്. ഇതൊരു എൻഗേജ്മെൻറ്റ് കേക്കായിരുന്നു കേട്ടോ. കസ്റ്റമർ നമുക്ക് റെഫറൻസ് അയച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വൺ ഓഫ് ദി ലോയൽ കസ്റ്റമേഴ്സ്, അതായത് ഒരു ഈവൻറ്റ് മാനേജ് ചെയ്യുന്ന ഒരു ഈവൻറ്റിൻ്റെ ടീമാണ് നമുക്ക് ഈ ഓർഡർ പ്ലേസ് ആക്കിയേക്കുന്നത്. കസ്റ്റമർ അയച്ച റെഫറൻസിൽ ഫോണ്ടൻറ്റ് കുറച്ച് യൂസ് ആക്കുന്നുണ്ട് കേട്ടോ. അതായത് ചുറ്റിലും ഒരു മാർബിൾ എഫക്റ്റ് വരുന്ന രീതിക്ക് ഫോണ്ടൻറ്റ്. അപ്പോൾ നമ്മൾ കേക്ക് ഫിനിഷ് ആക്കിയതിന് ശേഷം ഫോണ്ടൻറ്റ് വർക്കിലേക്ക് വരാം. ഫോണ്ടൻറ്റ് മാർബിൾ എഫക്റ്റ് കിട്ടാനായിട്ട് വൈറ്റ്, ബ്ലാക്ക്, പിന്നെ ഒരു ആഷ്, ഈ മൂന്നിൻ്റെ കൂടെ ഒരു കോമ്പിനേഷൻ മാർബിൾ എഫക്റ്റ് ആണ് കേട്ടോ വരുന്നത്. സോ നമ്മൾ റോൾ ഔട്ട് ചെയ്തെടുത്തു, എന്നിട്ട് കേക്കിലേക്ക് അറ്റാച്ച് ചെയ്യുന്നു. ഇത് അറ്റാച്ച് ചെയ്ത് ഇനി ടോപ്പിൽ കുറച്ച് ബട്ടർഫ്ലൈസ് ആൻഡ് എൻഗേജ്മെൻറ്റിൻ്റെ ടോപ്പറും കൂടി വെച്ച് കഴിഞ്ഞാൽ ഈ കേക്ക് ഫിനിഷായി. ഇത് അവർ വന്ന് പിക്ക് ചെയ്തോളും. ആക്ച്വലി ഈ വീഡിയോ എടുത്തിട്ട് കുറച്ചധികം നാളായി. സോ പിക്കപ്പ് ആയിരുന്നു അതോ ഡെലിവറി ആണോ എന്നുള്ള കാര്യം എനിക്ക് മറന്നു കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ചെയ്തെടുക്കേണ്ടത് ഒരു 1 kg റെഡ് വെൽവെറ്റ്. ഇത് കുറച്ചധികം നാളുകൾക്ക് മുന്നേ നമുക്ക് പ്ലേസ് ആയ ഓർഡറാണ് കേട്ടോ. ഈ കസ്റ്റമർ ആക്ച്വലി ഓസ്ട്രേലിയയിലാണ് സെറ്റിൽഡ് എന്നാണ് എനിക്ക് തോന്നുന്നത്. വർക്ക് ചെയ്യുന്നത് എന്തായാലും ഓസ്ട്രേലിയയിലാണ്. പുള്ളി ഓൾറെഡി മാരേജ് കഴിഞ്ഞ് ഇവിടെ വെച്ച് നാട്ടിലെ ഒരു റിസപ്ഷൻ, ബന്ധുക്കൾക്കൊക്കെ വേണ്ടി ഒരു റിസപ്ഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ പുള്ളി ഗൂഗിൾ മാപ്സിൽ ലൊക്കേഷനൊക്കെ കണ്ടുപിടിച്ച് വീട് തപ്പി പിടിച്ച് വന്ന് വീട്ടിൽ നേരിട്ട് കണ്ട് ഓർഡർ പ്ലേസ് ആക്കിയതാണ് കേട്ടോ. പുള്ളിക്കും ഒരു റെഫറൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ നമ്മൾ 1 kg റെഡ് വെൽവെറ്റിൽ പുള്ളി കാണിച്ച അതേ റെഫറൻസിലുള്ളതുപോലെ മാക്സിമം കോപ്പി ചെയ്ത് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് ലൈവായിട്ട് നമുക്ക് അവിടെ പോയി സെറ്റ് ചെയ്യണം. ഡെലിവറി ഉണ്ട്. സോ ഈവനിങ് ആണ് നമുക്കിത് റെഡിയാക്കി മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. ഈ ഒരു ടോപ്പർ വയ്ക്കുന്നതോടുകൂടി കഴിഞ്ഞു. ഇനി ഒരു 1 more റെഡ് വെൽവെറ്റ് കേക്കും കൂടി ഉണ്ട്. ഇതും 1 kg തന്നെയാണ്. ഇതൊരു ബർത്ത്ഡേ കേക്കായിരുന്നു കേട്ടോ. ഇതും കസ്റ്റമർ റെഫറൻസ് അയച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അതുപോലെ തന്നെ മാക്സിമം കസ്റ്റമർ അയച്ചിരുന്ന റെഫറൻസിലുള്ളതുപോലെ തന്നെ നമ്മൾ ബോട്ടം മോസ്റ്റ് പോർഷനിൽ ഒരു റെഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ തന്നെ ഓൾറെഡി ചെയ്തൊരു റെഫറൻസാണ് കസ്റ്റമർ നമുക്ക് അയച്ചിട്ടുണ്ടായിരുന്നതെന്ന് തോന്നുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ബാറ്റർ റെഡിയായി കിട്ടി. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ടിൻസിൽ ബാറ്റർ ഒഴിച്ച് OTG കയറ്റാം. അപ്പോഴത്തേക്ക് നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്ക് എടുക്കേണ്ട കസ്റ്റമർ വന്നു. നമുക്കത് കൊടുക്കാം. ഈ കേക്ക് കൊടുത്തപ്പോഴത്തേനും നമുക്ക് അടുത്ത കേക്ക് കൊടുക്കേണ്ട സമയം ഏകദേശമായി വരുവാണ്. ഒരു 1/2 kg ചോക്കോ ട്രഫിൾ ആയിരുന്നു. ഇത് നമ്മുടെ ഒരു സ്ഥിരം കസ്റ്റമർ ഓർഡർ ചെയ്ത കേക്കാണ് കേട്ടോ. അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു. ഇതൊരു 1/2 kg ചോക്കോ ട്രഫിൾ ഓൾമോസ്റ്റ് ഫിനിഷ് ആകാറായി. ഫിനിഷ് ചെയ്തിട്ട് നമുക്കിത് ഡെലിവറി ആണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് ഫിനിഷ് ചെയ്തിട്ട് റൈറ്റിംഗ് കൂടി എഴുതാനുണ്ട്. അതും കൂടി എഴുതി ജസ്റ്റ് ഒന്ന് സെറ്റാക്കാൻ വെച്ചിട്ട് വേഗം ഡെലിവറിക്ക് ഇറങ്ങാം. നമുക്ക് പല തരത്തിലുള്ള കസ്റ്റമേഴ്സാണ് കേട്ടോ ഉള്ളത്. ചിലർക്കാണെങ്കിൽ നമ്മുടെ എല്ലാ ഫ്ലേവേഴ്സും ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ള ക്യൂരിയോസിറ്റി ഉള്ള, അല്ലെങ്കിൽ പുതിയ നോവൽറ്റി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ചിലരാണെങ്കിൽ എന്തെങ്കിലും ഫ്ലേവർ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് തന്നെ സ്ഥിരം ഓർഡർ പ്ലേസ് ആക്കുന്ന കസ്റ്റമേഴ്സ്. അങ്ങനെ പല ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സ് നമുക്കുണ്ട്. ഓക്കെ, അപ്പോഴത്തേനും നമ്മുടെ ഈ കേക്ക് റെഡിയായി. നമ്മൾ ലൊക്കേഷനിലെത്തി കേക്ക് കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ അടുത്ത കേക്കിൻ്റെ പണിയിലേക്ക് വരാം. ഇത് നമ്മുടെ ഫാമിലിയിൽ നിന്ന് തന്നെ എൻ്റെ ഒരു കസിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ആ ബർത്ത്ഡേ കേക്ക് നമുക്ക് തന്നെയാണ് ഓർഡർ തന്നേക്കുന്നത്. ഒരു ടോൾ കേക്കായിരുന്നു. ജസ്റ്റ് അങ്ങനെ റെഫറൻസോ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം തന്നിട്ടുണ്ടായിരുന്നു. സോ കുറച്ച് നാളായിട്ട് എൻ്റെ മൈൻഡിൽ ചെയ്യണം എന്ന് ആലോചിച്ചിരുന്ന ഒരു ഡിസൈൻ ചെയ്യാം. പുള്ളിക്കാരിക്ക് പേർപ്പിൾ കളർ ഇഷ്ടമാണ്. സോ ഞാൻ അത് തന്നെ അങ്ങ് ആഡ് ചെയ്തു കേക്കിൽ. പ്രത്യേകിച്ച് അങ്ങനെ കളറൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു, എന്നാലും ഞാനതങ്ങ് ആഡ് ചെയ്തു. ചോക്ലേറ്റ് ഡ്രിപ്സാണ് കേട്ടോ കൊടുക്കുന്നത്. ഇൻസൈഡ് ചോക്കോ ട്രഫിളാണ്. പുറത്ത് ചോക്ലേറ്റ്സ് ഒരു ഓവർലോഡഡ് ഡിസൈനാണ് മൈൻഡിലുണ്ടായിരുന്നത്. ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും ഇച്ചിരി കൂടെ ബെറ്ററായിട്ട് എനിക്ക് കിട്ടി ഫൈനൽ ഔട്ട്. ഓക്കെ, ഇതും ഫിനിഷാക്കി നമുക്ക് ഈവനിങ് ആണ് കട്ടിങ് ഒക്കെ പ്ലാൻ ചെയ്തേക്കുന്നത്.
സോ നമുക്കത് ഫിനിഷ് ആയതിനു ശേഷം ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ഈ ചോക്ലേറ്റ്സും വേഫേഴ്സൊക്കെ വെച്ചതിന് ശേഷം ജസ്റ്റ് ഒരു ഹാപ്പി ബർത്ത്ഡേ ടോപ്പറും കൂടി വെച്ച് കഴിഞ്ഞാൽ ഈ കേക്കിൻ്റെ കാര്യവും കഴിഞ്ഞു. ഓരോ കേക്ക് ഫിനിഷ് ആകുമ്പോൾ മനസ്സിലുണ്ടാവുന്ന ആശ്വാസം, ഓരോ ഭാരവും തലയിൽ നിന്ന് ഇറക്കി വെക്കുന്ന ആശ്വാസം തോന്നാറുണ്ട് കേട്ടോ. ഓക്കെ, ഓൾമോസ്റ്റ് ഫിനിഷായി. ഇനി നമുക്ക് നമ്മുടെ ടോപ്പറും കൂടി വെക്കാം. കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യണം ടോപ്പർ, എന്നാലേ ആ ഒരു ഭംഗി കിട്ടുള്ളൂ. ഇതാണ് നമ്മുടെ ഈ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് ഇതിനെ ഫ്രിഡ്ജിൽ കയറ്റാം. ഓക്കെ, ഗുഡ്. സ്റ്റേ ദെയർ. ബൈ ബൈ. ടൈം ആവുന്നവരെ നമുക്കിവനെ ഫ്രിഡ്ജിനകത്ത് പൂട്ടി വയ്ക്കാം. ഓക്കെ, അപ്പോഴത്തേനും നമ്മുടെ മറ്റേ റിസപ്ഷൻ കേക്കില്ലേ, മോർണിംഗ് റെഡിയാക്കി വെച്ച റെഡ് വെൽവെറ്റ്, അത് ഡെലിവറി ചെയ്യേണ്ട സമയമായി. നമുക്കിതിൻ്റെ പാക്ക് ചെയ്ത് നമുക്ക് ഡെലിവറിക്ക് വേണ്ടി ഇറങ്ങാം. അപ്പോൾ ഇതേ കോയിൻസിഡൻ്റലി ഞാനിട്ട ഡ്രസ്സും അവിടുത്തെ ആ ഒരു ഡെക്കോറും എല്ലാം ഒരേ തീം, ഒരേ കളർ തീം. ഞാനിത് ആ സമയത്ത് ശ്രദ്ധിച്ചില്ല കേട്ടോ. പിന്നെ വീഡിയോ വന്ന് കാണുന്ന സമയത്താണ് കോയിൻസിഡൻ്റലി അതങ്ങ് മാച്ചായി എന്നുള്ളത്. പക്ഷെ നല്ല രസമുണ്ട്. ആ പാൻറ്റും സോഫയും സെയിം കളർ, ആൻഡ് അവിടുത്തെ ഫ്ലവേഴ്സ്, ആ ഒരു ഡെക്കറേഷനും പിന്നെ എൻ്റെ ഷർട്ടിലെ ഫ്ലവേഴ്സൊക്കെ എല്ലാം നല്ലൊരു വൈബായിട്ട് അങ്ങ് മാച്ചായിപ്പോയി. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ കേക്ക് നല്ല സേഫായിട്ട് എത്തിച്ചിട്ടുണ്ട്. ബ്രൈഡ് ആൻഡ് ഗ്രൂം അവർ പറഞ്ഞ കൃത്യസമയത്തിന് നമ്മൾ അവിടെ എത്തി. പക്ഷേ ബ്രൈഡ് ആൻഡ് ഗ്രൂം ഒന്നും എത്തിയിട്ടില്ലായിരുന്നു. എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് ഇറങ്ങി. ഇതാണ് എനിക്ക് ആ ഒരു വൈബ് ഇഷ്ടമായി. ആ ഒരു നേച്ചറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൊണ്ടൊന്നും മറയ്ക്കാണ്ട് അത് കാണുന്ന രീതിക്ക് തന്നെ നല്ല അടിപൊളിയായിട്ട് ഡെക്കോറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ടോട്ടൽ ഒരു ഹോൾ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. നല്ല വൈബായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫാമിലി ഫംഗ്ഷനിൽ കേക്ക് ഉണ്ടായിരുന്നു. ആ കേക്കിൻ്റെ കട്ടിങ് നമുക്ക് അടുത്തുണ്ടായിരുന്നത്. കേക്ക് കട്ടിങ്ങെല്ലാം നല്ല അടിപൊളിയാക്കി ഫിനിഷാക്കി. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഒരു ബർത്ത്ഡേ കേക്ക് ഉണ്ടായിരുന്നു. അതൊരു ടെഡി ബിയറിൻ്റെ കേക്കാണ്. ഒരു 3rd ബർത്ത്ഡേ കേക്ക്. നമ്മൾ 3rd ബർത്ത്ഡേയുടെ ഒരു നമ്പർ ടോപ്പറൊക്കെ വെച്ചു. പിന്നെ ഒരു റെഫറൻസ് കസ്റ്റമർ നമുക്ക് തന്നിട്ടില്ലായിരുന്നു. ഐ ഗെസ് ഒരു ബഡ്ജറ്റ് കസ്റ്റമൈസേഷനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്ന് തോന്നുന്നു. പിന്നെ ഈ ക്ലൗഡ്സൊക്കെ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. കാരണം ഇത് എടുത്തിട്ട് ഇപ്പം മാസങ്ങളായി. എൻ്റെ April 28 വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയുടെ അന്നാണ് ഞാൻ റെക്കോർഡ് ചെയ്തത്. ഇത്ര മാസങ്ങളെടുത്തു എന്നുള്ളതാണ്. ആക്ച്വലി എൻ്റെ ഫോൺ ഗാലറി ഫില്ലായി ഇനി അധികം സ്ഥലമില്ല. സോ ഐ തോട്ട് ഇരിക്കുന്ന വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്തിട്ടിട്ട് എല്ലാം ഡിലീറ്റ് ആക്കാം. അപ്പോൾ കുറച്ച് സ്പേസ് കിട്ടുമല്ലോ. ഫൈനലി നമ്മൾ ആ എൻഗേജ്മെൻറ്റ് കേക്കിൻ്റെയും എല്ലാ ബർത്ത്ഡേ സെലിബ്രേഷനും എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഒരു റിസപ്ഷൻ കേക്കും കൂടിയുണ്ട്. റിസപ്ഷൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ തന്നെ റിസപ്ഷനാണ്. ആ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. ബ്രൈഡ് ആൻഡ് ഗ്രൂപ്പ് ഓറഞ്ച് ആൻഡ് മെറൂൺ കളറാണ് അവർ ഡ്രസ്സ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇതാണ് അവരുടെ കേക്ക് കട്ടിങ് വീഡിയോ. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. ഞാനുണ്ടായിരുന്നു അവിടെ. പക്ഷേ കേക്ക് കട്ടിങ് ടൈം വരെ എനിക്ക് വെയിറ്റ് ചെയ്യാനുള്ള ടൈം ഇല്ലായിരുന്നു. അപ്പോൾ തന്നെ നമ്മുടെ നെക്സ്റ്റ് വർക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ വീഡിയോ ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യുവാണ്. ഹോപ്പ് യു ഓൾ എൻജോയ്. Until the next video, bye bye. In a soulful lament, a moment of peace that feels heaven sent. Through bookstore windows, the stories unfold. Between dusty pages, the wisdom of